അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിലെ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. 2025 14ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എ കമ്പനി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റ്സ് ഇൻഡസ്ട്രിയൽ കണ്ടെയ്നേഴ്സ് ആൻഡ് പാക്കിംഗ് കേസസ്. Due to competition, the company proposes to reduce the selling price. If the present level of profit is to be maintained, indicate the number of units to be sold if the proposed reduction in selling price is 5%, 10%. The following additional information is available. Present sale turnover 30,000 rupees 3 lakh. Variable cost 30,000 units വരുന്നത് എത്രയാണ്? 1,80,000 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് rupees 70,000. അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കൂട്ടിയിട്ട് 2,50,000 കിട്ടുന്നു. ദെൻ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? 50,000 ആണ്. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാണേണ്ടത് എന്താണ്? ഇൻഡിക്കേറ്റ് ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ഇഫ് ദി പ്രൊപ്പോസ്ഡ് റിഡക്ഷൻ ഇൻ സെല്ലിംഗ് പ്രൈസ് 5%, 10% എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ആദ്യം മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നു. അതായത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ 5% റിഡക്ഷനും അതേപോലെ 10% റിഡക്ഷനും ഒന്നാമത് നമ്മൾ പ്രസൻറ്റ് ലെവൽ വെച്ചുകൊണ്ട് കാണുന്നു. സെല്ലിംഗ് പ്രൈസ് വരുന്നത് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റനിൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത്, അതായത് 3 lakh ഡിവൈഡ് ബൈ 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 10 എന്ന് കിട്ടും. പ്രസൻറ്റ് ലെവലിൽ സെല്ലിംഗ് പ്രൈസ് 5% സെല്ലിംഗ് പ്രൈസിൽ കുറക്കുന്നതാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ വരും? 10ൽ നിന്നും 5% കുറച്ച് കഴിഞ്ഞാൽ 10ൻ്റെ 5% എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. അപ്പോൾ നമുക്ക് 9.5 എന്ന് കിട്ടും. ഇനി അടുത്ത 10% കുറയ്ക്കുകയാണ്. 10% എന്ന് പറഞ്ഞാൽ 10ൻ്റെ 10% 1 ആണ്. അപ്പോൾ 10ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറക്കുന്നു. നെക്സ്റ്റ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ലെവലിൽ 1,80,000 ഡിവൈഡ് ബൈ 30,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതായത് 1,80,000 ആണ് വേരിയബിൾ കോസ്റ്റ്. അത് നമ്മൾ പെർ യൂണിറ്റിലേക്ക് ആണോ എങ്ങനെയാണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 30,000. അപ്പോൾ 6 എന്ന് കിട്ടും. ഈ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് മാറുന്നത്. അപ്പോൾ ഇവിടെ 3 കേസിലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഇവിടെ പ്രസൻറ്റ് ലെവലിൽ 4 ആണ്. ദെൻ 5% റിഡക്ഷൻ ആണെങ്കിൽ 3.5. ദെൻ 10% റിഡക്ഷൻ ആണെങ്കിൽ 3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് നിലവിൽ എത്രയാണ്? 50,000 ആണ്. ഇത് കിട്ടാൻ എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷനാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ലെവലാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 70,000 ആണ്. ദെൻ ഡിസൈഡ് പ്രോഫിറ്റ് എത്രയാണ്? 50,000 ആണ്. ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4 ആണ്. അപ്പോൾ 1,20,000 ഡിവൈഡ് ബൈ 4 30,000 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇനി 5% നമ്മൾ കുറക്കുന്നതാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് 70,000 തന്നെയാണ്, മാറ്റമുണ്ടാകുകയില്ല. അതേപോലെ പ്രോഫിറ്റ് 50,000 ആണ്. ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 3.5 ആയിരുന്നു. ഇപ്പോൾ 1,20,000 ഡിവൈഡ് ബൈ 3.5 എത്ര? 34,286 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. ഇനി 10% റിഡക്ഷൻ ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ 10% കുറക്കുന്നതാണെങ്കിൽ ഇവിടെ 70,000 പ്ലസ് 50,000 ഡിവൈഡ് ബൈ 3 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് 40,000 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ 3 കേസിലും നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്ത 18ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട്. ദി ഫോളോയിങ് ഡാറ്റ ആർ അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് പ്രൊഡക്റ്റ് എ മാനുഫാക്ചർഡ് ബൈ പങ്കജ് ലിമിറ്റഡ്. സെയിൽസ് 2,50,000, ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh, ഡയറക്റ്റ് വേജസ് 50,000, വേരിയബിൾ ഓവർഹെഡ് 25,000, ഫിക്സ്ഡ് ഓവർഹെഡ് 50,000. ദി കമ്പനി നൗ proposes to introduce a new product B so that sales may be increased by rupees 50,000. There will be no increase in fixed cost and his estimated variable cost. Product B are direct material rupees 24,000, direct wages 11,000, overhead 7,000,
അഡ്വൈസ് വെദർ പ്രൊഡക്റ്റ് ബി വിൽ ബി പ്രോഫിറ്റബിൾ ഓർ നോട്ട് എന്നുള്ളതാണ് ചോദിച്ചത്. ഇപ്പോൾ നിലവിൽ പ്രസന്റ് ലെവലിൽ പ്രൊഡക്റ്റ് എ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ബി കൂടെ എന്ത് ചെയ്യാണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരക്കുന്നു. പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും ഇപ്പോൾ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ടോട്ടലും കാണിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മാർജിനൽ കോസ്റ്റ് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കണ്ടെത്തുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ, വേജസ്, ഓവർ ഹെഡ് 1,24,000 1,24,000 കിട്ടും. 50,000 11,000 ഇവിടെ എത്ര കിട്ടും 61,000 എന്ന് കിട്ടും. ഇനി 25,000 7,000 32,000 എന്ന് കിട്ടും. ഇപ്പോൾ മാർജിനൽ കോസ്റ്റ് ടോട്ടലി 1,75,000 42,000 ഇവിടെ 2,17,000 എന്ന് കിട്ടും. ഇനി നമ്മൾ സെയിൽസ് കണ്ടെത്തുന്നു. സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റനിൽ ഒന്നാമത്തെ കേസിൽ 2,50,000 ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ എന്താണ് പ്രൊഡക്റ്റ് ബിയുടെ കേസിൽ 50,000 സെയിൽസ് ക്വസ്റ്റനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി 3 lakh എന്ന് കിട്ടും. ഇനി ഈ സെയിൽസിൽ നിന്നും മാർജിനൽ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ 75,000 എന്ന് കിട്ടും. ഇവിടെ അതായത് 2,50,000 നിന്ന് 1,75,000 കുറക്കുന്നു. അപ്പോൾ 75,000 എന്ന് കിട്ടും. ഇനി ഇവിടെ 50,000 നിന്ന് 42,000 കുറക്കുന്നു. അപ്പോൾ 8,000 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടലി 83,000 എന്ന് നമുക്ക് കിട്ടും കോൺട്രിബ്യൂഷൻ. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റനിൽ തന്നത് 50,000 ആണ്. പുതിയ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് 50,000 തന്നെയാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഒന്നാമത്തെ കേസിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 25,000 ആണ് കിട്ടുന്നത്. പ്രൊഡക്റ്റ് ബിയുടെ കേസിൽ 8,000 ആണ്. രണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 33,000 പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന എന്താണ് സ്ഥാപനത്തിന് പ്രോഫിറ്റബിൾ ആണ്. കാരണം നമുക്ക് നേരത്തെ 25,000 ആയിരുന്നു, ഇപ്പം 33,000 പ്രോഫിറ്റിന് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഷനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ 2024 വരെയുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.